ബഹുമാനപ്പെട്ട അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് ബഹുമാന്യ അംഗങ്ങളും രേഖപ്പെടുത്തിയ അനുശോചന വചസ്സുകൾ നമ്മൾ കേട്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലക്ക് രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ ദീപ്തമായ ഒരു വ്യക്തിത്വം, സാമ്പത്തിക പാണ്ഡിത്യത്തിൻ്റെ പ്രഭവ ചൈതന്യം പ്രകാശിതമാക്കിയ നിലപാടുകൾ. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം അധികാരത്തിലിരുന്ന് വീണ്ടും അതേ പദവിയിൽ തിരിച്ചെത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവും പ്രധാനമന്ത്രിയും. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുടെ വിശദീകരിച്ചത് ഞാൻ ആവർത്തിക്കും. ചരിത്രമുറങ്ങുന്ന പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ അന്ന് പാർലമെൻറ്റ് അംഗമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു അന്തർദേശീയ തലത്തിലുള്ള സെമിനാറിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനിടയായി. വാസ്തവത്തിൽ പാണ്ഡിത്യത്തിൻ്റെ അലംഘനീയമായ ചൈതന്യം അതെല്ലാം തന്നെ ഒഴുകി വരികയായിരുന്നു. അത് കേൾക്കാനേ കഴിഞ്ഞുള്ളൂ, വാസ്തവത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം അത്രയേറെ പണ്ഡിത പ്രാമുഖ്യമുള്ളതായിരുന്നു. അങ്ങനെ ഏത് വേദികളിലും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയാം. റിസർവ് ബാങ്കിൻ്റെ ഗവർണറും IMF-ൽ അംഗവുമൊക്കെയായി ഒരുപാട് പരിചയത്തിൻ്റെ അകമ്പടി സേവിച്ചിട്ടുള്ള അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു എന്നത് മറ്റു വസ്തുതയാണ്. ആഗോളവൽക്കരണവും ധാരവൽക്കരണവും അദ്ദേഹത്തിൻ്റെ അനുബന്ധമായി ഇടതും വലതും നിൽക്കുന്ന 2 നയങ്ങളായി. അതിൻ്റെ ഗുണവും ദോഷവും അതിൻ്റെ ആനുകൂല്യങ്ങളും എതിർപ്പുകളൊക്കെ നമ്മൾ കേട്ടതാണ്. ഏതായിരുന്നാലും അത് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക കരുത്തിനും ശക്തിക്കും എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഒരു ആമുഖം നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് മറ്റൊരു വസ്തുതയാണ്. അങ്ങനെ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ മേഖലയിൽ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചത് അടിസ്ഥാനപരമായ വസ്തുതകളുടെയും സാമ്പത്തിക തത്വശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആയിരുന്നു എന്ന് പിന്നീട് ഇന്ത്യയും ലോകവും മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയൊരു മഹാവ്യക്തിയുടെ ധന്യമായ ജീവിതം, ബഹുമുഖമായ ജീവിതം, അത് നഷ്ടമായത് വാസ്തവത്തിൽ നമുക്ക് ചിന്തനീയമായ കാര്യമാണ്. പൂജ്വലിക്കുന്ന മൻമോഹൻ സിംഗിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിനയഭരിതനായി ഞാൻ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.